പ്രിയപ്പെട്ടവരെ, ന്യായമില്ലാത്തതിൻ്റെ കൂടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അന്യായത്തെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കാൻ ഒരു മുഅ്മിനിന് സാധിക്കണം. അതിൻ്റെ കൂടെ മാത്രമേ ഒരു മുഅ്മിനിന് നിലനിൽപ്പുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വലാ തർക്കനു ഇലല്ലദീന ളലമു, അക്രമം ചെയ്യുന്നവരുടെ കൂടെ ഒരിക്കലും മുഅ്മിനീങ്ങൾ കൂടാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറയുന്നത് വലാ തർക്കനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ, അങ്ങനെയാകുമ്പോൾ നരകശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സഹായിയെയും ലഭിക്കില്ല, പിന്നീട് നിങ്ങൾക്ക് വിജയവും ലഭിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വിജയവും ലഭിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. സുമ്മ ലാ തുൻസറൂൻ, പിന്നീട് നിങ്ങൾക്കെതിരെയും അള്ളാഹിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ വിജയമുള്ളൂ. അള്ളാഹിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താനും സാധിക്കില്ല. അന്യായം ചെയ്യുന്നവരെ ഒരിക്കലും പിന്തുണക്കാൻ പാടില്ല. അത്തരം ബന്ധങ്ങളുണ്ടെങ്കിൽ അത് നരകശിക്ഷയ്ക്ക് പാത്രമാകും. അതുകൊണ്ട് നമ്മൾ ന്യായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് സത്യം എവിടെയാണോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. വിശുദ്ധരായിട്ടുള്ള ഔലിയാക്കളും മുൻകാല പണ്ഡിതന്മാരൊക്കെ നമുക്കത് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ഹദീസിൽ കാണാൻ പറ്റും, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവരെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ, മദ്ലൂമാണെങ്കിൽ നമുക്ക് സഹായിക്കുന്ന രൂപങ്ങളൊക്കെ അറിയാം, ആക്രമിക്കപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് സഹായിക്കാമല്ലോ, കാരണം അവനെ രക്ഷപ്പെടുത്താൻ പറ്റും, ആക്രമിക്കപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. എങ്ങനെയാണ് അക്രമിയായ ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിയുക? ഫകീഫ നൻസുറുഹു ളാലിമൻ, അവൻ അക്രമിയാകുമ്പോൾ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഹ്ജുസ്ഹു ഔ തംനഉഹു മിനൽ ദുൽം, നീ അക്രമത്തിൽ നിന്നും അവനെ തടയുക എന്നുള്ളതാണ്. അക്രമത്തിൽ നിന്നും നിൻ്റെ നീ അവനെ തടയുക എന്നുള്ളത് അവനെ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ന്യായത്തിൻ്റെ കൂടെ മാത്രം നിൽക്കണം. ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. അക്രമിയുടെ കൂടെ അവൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കേണ്ടത്, അക്രമിയുടെ കൂടെ നിൽക്കേണ്ടത് ദുൽമിൽ നിന്നും അവനെ തടഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ തന്നെ ന്യായത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യമാവണം.